ഭദ്രകാളി, ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്. അനുവാദം കൂടാതെ അതിക്രമിച്ച് കടന്നാലുള്ള അനുഭവം അറിയാമല്ലോ. ഒന്നുകിൽ കൂട്ടക്കുരുതി, അല്ലെങ്കിൽ നിത്യബന്ധനം. അറിയാതെ കടന്നുപോയതാണ്. ഇവനെ കണ്ടിട്ട് കൊലപ്പെടുത്താൻ തോന്നുന്നില്ല. ഇവന്മാരെ ഒക്കെ കൊന്നു, ഇവിടെ മാത്രം കൊല്ലണ്ട. ഈ പെൺകുട്ടി ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഈ കുട്ടി എന്താ ഭയന്നു നിൽക്കുന്നത്? നിങ്ങളുടെ ശിക്ഷാവിധി കേട്ട് ഭയന്നു പോയതാണ്. ധൈര്യമായിരിക്കും കുട്ടി. മലജാതിക്കാരാണെങ്കിലും മര്യാദയും മനുഷ്യത്വം ഞങ്ങൾക്കുമുണ്ട്. അച്ഛാ, നമുക്കിവരെ ഇവിടെ താമസിപ്പിക്കാം. പെൺകുട്ടി ഇവിടെ താമസിച്ചോട്ടെ. നമ്മുടെ ആചാര മര്യാദകളും ഭക്ഷണ രീതിയും പട്ടണവാസികളായ ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായി വന്നവരാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലിക്ക് ഞങ്ങളാലാവുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ ഒരുക്കമാണ്. വളരെ ഉപകാരം. എമ്പോ അടിയൻ ആ മലയടിവാരത്ത് ഇവർക്കൊരു താൽക്കാലിക താവളം ഒരുക്കി കൊടുക്കണം. നമുക്കിന്ന് തന്നെ ആ മല കിടക്കണം. ശരി സാർ. ഈ മലയോ? ഈ മലയില്ല, ഈ മല മാറ്റിയിട്ട് അവിടെ ചെറിയൊരു മല ഉണ്ടാക്കി തരാം. നിനക്ക് അങ്ങോട്ട് കൂടെ നടന്ന് കളിക്കുക. അല്ല, ഈ മല കേറി കിടക്കണം. വേണ്ട, അങ്ങോട്ട് ബസ്സിന് പോവാം. നിനക്ക് ബസ് റൂട്ട് ഇട്ട് തരാം. അല്ല, ഇന്ന് വെള്ളിയാഴ്ച അതോ വ്യാഴാഴ്ച? വ്യാഴാഴ്ച. അല്ല, വെള്ളിയാഴ്ച ആണെങ്കിൽ ഇപ്പൊ ഇന്ന് കറുത്ത വാവും. ഇന്നും മല കയറാൻ കൊള്ളത്തില്ല. അത് ഈ മലയല്ല, തെന്മലയാ. തെന്മലയാ. അത് ശരി. എടാ, നിനക്ക് എന്താ ഭയം? എനിക്കെന്ത് പേടിയടാ. മല മല. അയ്യോ. സാർ, ഈ പട്ടി എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞ്? പിന്നെ അതിന് ജീവനിൽ കൊതില്ലാതിരിക്കും. നമുക്കങ്ങ് തിരിച്ചു പോയാലെന്താ? ഇഡിയറ്റ്. പ്രമാദമായൊരു കേസ് അന്വേഷിക്കാൻ വന്നിട്ട് പകുതി ഒരിക്കൽ വെച്ച് തിരിച്ചു പോകാനോ? ഉണ്ടോ സാർ? ക്ഷമിക്കണം, എനിക്ക് 2 രൂപ പോകണം. താൻ 2 രൂപ 3 രൂപ പോകും. നോൺസെൻസ്. എടാ മാണിക്കോടെ, എന്താ നീ ദൂരെ പോയി ഇരുന്നാലേ പിന്നെ കരടിയും ആനയും സിംഹവും പുലിയൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കരടി ആന എന്ത് വന്നാൽ ശരിക്കും പ്രശ്നമില്ല. അഭ്യാസ ബിരുദന്മാരായ നിങ്ങളെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ ഞങ്ങളുടെ വിശിഷ്ടാതിഥികളായി അംഗീകരിച്ചിരിക്കുന്നു. ഈ പുതിയ ബന്ധത്തിന്റെ നാന്ദിയായി ഇന്നൊരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി ഞങ്ങളുടെ ആദ്യത്തെ സ്വീകരിച്ചാലും.